ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തന്മാർക്കും പ്രണാമം. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ ഗോപീജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ ഗോപീജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദനന്ദന വ്രജനരഞ്ജന, ജയ യശോദനന്ദന വ്രജനരഞ്ജന, യമുനാതിരാവനചാരി, യമുനാതിരാവനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ ഗോപീജന ജയ ഗിരിധരി, ജയ യശോദനന്ദന വ്രജനരഞ്ജന, യമുനാതിരാവനചാരി, യമുനാതിരാവനചാരി. ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്, ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം, ജയ ജയ കൃഷ്ണ ബലറാം, ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ്, ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് ചർച്ച ചെയ്യുന്ന ശ്ലോകം ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 4-ാം അധ്യായം 22-23 ശ്ലോകങ്ങളാണ്. ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാവോ? ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭു, കേൾക്കാം. ക്ലിയർ ആണല്ലോ? അതെ അതെ. അഥർവാംഗിരസാമസി അഥർവാംഗിരസാമസി സുമന്തോ ദാരുണാമണി, അഥർവാംഗിരസാമസി സുമന്തോ ദാരുണോ മുനി, ഇതിഹാസ പുരാണാനാം പിതാമേ രോമഹർഷണം, ഇതിഹാസ പുരാണാനാം പിതാമേ രോമഹർഷണം, അഥർവാംഗിരസാമസി സുമന്തോർദാരുണോ മുനി, ഇതിഹാസ പുരാണാനാം പിതാമേ രോമഹർഷണം. അതിന്റെ വാക്കുകളുടെ അർത്ഥം: അഥർവ അഥർവവേദം, അംഗീരസ അംഗീര എന്ന ഋഷിക്ക്, ആസീൻ വിശ്വാസത്തിന്മേൽ ചുമതലപ്പെടുത്തി, സുമന്തു സുമന്തുമണി എന്നും അറിയപ്പെടുന്നു, ധാരുണ അഥർവവേദത്തിന് പൂർണ്ണമായും പ്രതിജ്ഞാർപ്പിതമായി, മുനി മുനി ഇതിഹാസ പുരാണാനാം ചരിത്ര രേഖകളിലും പുരാണങ്ങളിലും, പിതാ പിതാവ് മേ എന്റെ, രോമഹർഷണൻ എന്ന ഋഷി. ശ്രീ പ്രഭുപാദ് ജി കി ജയ്. വിവർത്തനവും ഭാവാർത്ഥവും. പ്രതിജ്ഞാർപ്പിതമായി
പാരായണ നിരതനായ സുമന്തു മുനി അങ്കീരനിൽ അഥർവവേദത്തെ നിക്ഷേപിച്ചു. എന്റെ പിതാവായ രോമകർഷണനെ പുരാണങ്ങളുടെയും ചരിത്രരേഖകളുടെയും ചുമതല ഏൽപ്പിച്ചു. ഭാവാർത്ഥം: അഥർവവേദത്തിന്റെ കാർക്കശ്യ തത്വങ്ങളെ കർശനമായി അനുവർത്തിക്കുന്ന അങ്കീരമുനിയെ അഥർവവേദ അനുവർത്തികളുടെ അധിപനായി ശ്രുതിമന്ത്രത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ശ്ലോകം 23. ത ഏത ഋഷിയോ വേദം സ്വം സ്വം വ്യസന്യമേകതാ ശിഷ്യൈ പ്രശിഷ്യൈർ വേദാസ്തേ ശാഖിനോ അപവൻ. ത ഏത ഋഷയോ വേദം സ്വം സ്വം വ്യസന്നനേകതാ ശിഷ്യൈ ശിഷ്യൈർ വേദാസ്തേ ശാഖിനോ അഭവൻ. ത ഏത ഋഷയോ വേദം സ്വം സ്വം വ്യസന്നനേകഥാ ശിഷ്യൈ പ്രശിഷ്യൈ വേദാസ്തേ ശാഖിനോ അഭവൻ. വാക്കുകളുടെ അർത്ഥം: തേ അവർ, ഏറെ അതെല്ലാം, ക്ഷയ പണ്ഡിത വിദ്വാൻമാർ, വേദം യഥായോഗ്യ വേദങ്ങൾ, സ്വം സ്വം അവരിൽ നിക്ഷേപിച്ചു, സ്വവിഷയങ്ങൾ വ്യസൻ അർപ്പിച്ചു, അനേകത നിരവധി, ശിഷ്യൈ ശിഷ്യന്മാർ, പ്രശിഷ്യന്മാരും, തൽശിഷ്യ ശിഷ്യർ അതായത് ശിഷ്യന്മാരുടെ ശിഷ്യർ, വേദ തേ യഥാനുക്രമ വേദ അനുവർത്തികൾ, ശാഖിന ഭിന്ന ശാഖകൾ, അഭവൻ അപ്രകാരം ആയിത്തീർന്നു. വിവർത്തനം: അവരുടെ ഊഴമായപ്പോൾ ഈ സർവ വ്യുൽപ്പത്തി പണ്ഡിതരും തങ്ങളിൽ നിക്ഷിപ്തമായിരുന്ന വേദത്തെ നിരവധി ശിഷ്യന്മാർക്കും പ്രശിഷ്യന്മാർക്കും ചുമതലപ്പെടുത്തി നൽകി. അപ്രകാരം വേദങ്ങളുടെ യഥാനുക്രമ ശാഖാനുവർത്തികൾ നിലവിൽ വന്നു. ഭാവാർത്ഥം: വിജ്ഞാനത്തിന്റെ യഥാർത്ഥ ഉറവിടം വേദങ്ങളാകുന്നു. യഥാർത്ഥ വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കാത്ത സാംസ്കാരികവും അതീന്ദ്രിയവുമായ യാതൊരു വിജ്ഞാന ശാഖകളും ഇല്ല. അവ വിഭിന്ന ശാഖകളായി വിഭജിച്ചിരിക്കുന്നു. പണ്ഡിതരും ബഹുമാന്യരും ശ്രേഷ്ഠരുമായ ആചാര്യന്മാർക്ക് അവ ഏൽപ്പിച്ചു നൽകപ്പെട്ടിരിക്കുന്നു. അതായത് വ്യത്യസ്ത ശിഷ്യ പരമ്പരകളിലൂടെ അനേകങ്ങളായി വിഭജിക്കപ്പെട്ട വേദവിജ്ഞാനത്തെ അഖില ഭുവനവും വ്യാപിപ്പിച്ചിരിക്കുന്നു. ആകയാൽ വേദങ്ങൾക്കുപരിയായ യാതൊരു സ്വതന്ത്ര ജ്ഞാനത്തെയും ആർക്കും അവകാശപ്പെടാൻ ഇല്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സുഗതാന്തികം. വന്ദേഹം ശ്രീഗുരൂൻ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവം ച ശ്രീരൂപം സാഗരജാതം സഗവേണ രഘുനാഥാന്യതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണ ദുരിതാ ശ്രീ വിശാഖാന്യതാൻ ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാരി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നതിനെ പറ്റി നമുക്ക് നോക്കാം.
ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 4-ാം അധ്യായം 22-23 ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മള് ശ്രീമദ് ഭാഗവതം ആദ്യം മുതൽ തുടങ്ങി 4-ാം സ്കന്ധം വരെ എത്തിയിരിക്കുകയാണ്. 4-ാം സ്കന്ധത്തില് ശുക ഗോസ്വാമിയുടെ ഭാഗവതം സമർപ്പണത്തിന് ശേഷം നമ്മൾ കണ്ടു ശൗനക ഋഷി, അതായത് നൈമിഷാരണ്യത്തിൽ കൂടിയിരിക്കുന്ന ഋഷിമാരുടെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ശൗനക മഹർഷി സൂത ഗോസ്വാമിയോട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹം ഉത്തരങ്ങൾ പറഞ്ഞതിനുള്ള അനുമോദനമൊക്കെ നടത്തിയതിനു ശേഷം വീണ്ടും ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഉത്തരങ്ങൾ ഇങ്ങനെ ശരിയാവണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനും ശൗനക മുനി സൂത മഹർഷിയെ പ്രകീർത്തിക്കുന്നുണ്ട്. പിന്നെ സൂത മഹർഷിയുടെ മേന്മകളെ പറ്റി പറയുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ ഈ വേദസാഹിത്യത്തെ പറ്റി മാത്രം അദ്ദേഹത്തിന് ഒരു അല്പം അജ്ഞതയുണ്ട്. എങ്കിലും നമുക്ക് അവിടെ ശുഗദേവസ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. അതിനുശേഷം ഈ ഭാഗവതത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. ഭാഗവതം എവിടെ, എങ്ങനെ, അതിനുള്ള പ്രചോദനം എന്തായിരുന്നു, ആരാൽ രചിക്കപ്പെട്ടു, ആര് ഏത് അവസരത്തിൽ അത് പ്രകാശനം ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നു. വ്യാസദേവനെ പറ്റി പറയുന്നു. വ്യാസദേവന്റെ ജന്മം എവിടെ വെച്ചുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. വ്യാസദേവൻ ആരായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ലോകം മൊത്തം എങ്ങനെ വേദങ്ങൾ രചിച്ചത് ആരാണെന്ന് ചോദിക്കുന്നു. വേദങ്ങൾ രചിച്ച രചയിതാവിനെ പറ്റി പറയുന്നു. അത് അവതരിപ്പിച്ച ശുകദേവ ഗോസ്വാമിയെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ആകാംക്ഷാഭരിതരായ ആ ഋഷിശ്രേഷ്ഠന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ തരത്തിലുള്ള ലാസ്റ്റ് ചോദ്യമായിരുന്നു വേദങ്ങളെ പറ്റി, എങ്ങനെ വേദം ഈ ലോകം മുഴുവൻ എങ്ങനെ വ്യാപിച്ചു എന്നുള്ളതിനെ പറ്റിയാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നത്. അതിനുത്തരമായിട്ട് പറയുന്നു, വേദങ്ങൾ ഒരേ വേദമായിരുന്നത് വ്യാസദേവൻ 4 വേദങ്ങളായിട്ട് അത് തിരിക്കുകയും 4 വേദങ്ങളുടെ ചുമതല ഓരോ മഹർഷിമാർക്ക് കൊടുത്തുന്നു വരെ കഴിഞ്ഞ ശ്ലോകം 21-ാം ശ്ലോകം വരെ പറഞ്ഞു. അതിന്റെ ഉത്ഭവത്തെ പറ്റിയും വേദങ്ങളുടെ സാരത്തെ പറ്റിയും ഒക്കെ ഇന്നലെ നമ്മുടെ പ്രഭുജി കാര്യമായിട്ട് അവിടെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഇന്നത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നത് അഥർവവേദത്തിന്റെ ആർക്കാണ് കൊടുത്തത്, അഥർവവേദത്തിന്റെ ഉത്തരവാദി ആരായിരുന്നു, അതുപോലെ ഇതിഹാസ പുരാണങ്ങളുടെ ആർക്കാണ് ചുമതല കൊടുത്തത് എന്നാണ് ഈ ശ്ലോകത്തിൽ ഇന്ന് ചോദിക്കുന്നത്. അപ്പൊ പറയുന്ന അഥർവവേദത്തിന്റെ ഉത്തരവാദി അങ്കിരസൻ എന്ന് പറയുന്ന മുനിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓരോരുത്തർക്കും കഴിഞ്ഞ പ്രാവശ്യം ഏൽപ്പിച്ചതിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അങ്കിര മുനിക്ക്, അതായത് സുമന്തു എന്നും അദ്ദേഹത്തിന് പേരുണ്ട്, അഥർവവേദം നൽകി അദ്ദേഹത്തിന്റെ ചുമതല കൊടുത്ത് അഥർവവേദം, അതുപോലെ ബാക്കിയുണ്ടായിരുന്ന പുരാണങ്ങളും ഇതിഹാസങ്ങളും മറ്റുള്ള കുറെ ഇതുണ്ടല്ലോ, ഇതിഹാസങ്ങള് പുരാണങ്ങള് അതിനോട് ചേർന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ ഒക്കെ, ഭാഗവതം, മഹാഭാരതം, ഇതിന്റെയൊക്കെ ചുമതല രാമകൃഷ്ണൻ എന്ന് പറയുന്ന എന്റെ അച്ഛന് കൊടുത്തു എന്ന് സൂതഗോസ്വാമി പറയുന്നു. അപ്പൊ സൂതഗോസ്വാമിയുടെ ഉത്തരത്തിൽ പറയുന്നതാണ് ഈ ശ്ലോകം. ഇങ്ങനെ
അഥർവവേദത്തിന്റെ ചുമതല അംഗീരമുനിക്കും, അതുപോലെ തന്നെ വേദങ്ങളുടെയും മറ്റ് ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ ചുമതല രോമഹർഷ മുനിക്കും കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് നോക്കാം, ഇതിനകത്ത് ഈ അംഗിരമുനി ആരായിരുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് ശ്രദ്ധിക്കണമല്ലോ. അംഗിരമുനിയെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അംഗിരമുനി നാരദന് സമകാലീനായിരുന്നു. അംഗിരമുനിയെ പറ്റി നമ്മുടെ ഭാഗവതത്തിൽ എല്ലാ സ്കന്ധങ്ങളിലും പറയുന്നതായിട്ട് പറയുന്നുണ്ട്. 4-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്, ഒന്നാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്, 5-ാം സ്കന്ധത്തിലും 3-ാം സ്കന്ധത്തിലും 6, ഇങ്ങനെ എല്ലാം മൊത്തം ഭാഗവതം മൊത്തം ഈ അംഗിരമുനിയെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം അത്രയ്ക്ക് പ്രസിദ്ധനായിരുന്നു എന്ന് പറയുന്നു. അംഗിരമുനിയുടെ ജനനത്തെ പറയുന്നുണ്ട്. ബ്രഹ്മ അവന്റെ പുത്രനാണ്. അപ്പൊ അതെങ്ങനെ അഗ്നിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അത്രയ്ക്ക് ശ്രേഷ്ഠനായിരുന്നു അംഗിരമുനി എന്ന് പറയുന്നത്. ബ്രഹ്മാവിനുണ്ടായിരുന്ന മാനസപുത്രന്മാരിൽ ഒരാളായിരുന്നു. നമ്മൾ ദേവർഷിയെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ പഠിക്കും. ദേവർഷി ബൃഹസ്പതിയുടെ അച്ഛനായിരുന്നു അംഗിരമുനി. അത്രയൊക്കെ അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മുടെ ഭാഗവതത്തിലെ ഈ സ്കന്ധങ്ങളില് ഓരോ സ്കന്ധങ്ങളിൽ ഓരോ വിഷയങ്ങളിൽ പറയുന്ന സമയത്തൊക്കെ ഈ അംഗിരമുനിയെ വിവരിച്ചിട്ടുണ്ട്. ധൃതരാഷ്ട്രകാര്യം പറയുമ്പോഴായാലും ശരി. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു മുനിയായിരുന്നു അംഗിരൻ. അദ്ദേഹത്തിനാണ് ഈ വേദങ്ങളുടെ ഒരു ശാഖയായ അഥർവവേദം കൊടുത്തത്. അതുപോലെ തന്നെ രോമഹർഷൻ, അതായത് സൂതഗോസ്വാമിയുടെ അച്ഛൻ രോമഹർഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. രോമഹർഷണ മുനിക്കാണ് മറ്റ് ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളുടെയൊക്കെ പറ്റി ഉള്ള ചുമതല കൊടുത്തത്. അപ്പൊ രോമഹർഷനെ പറ്റി നമ്മൾ പല കഥകൾ കേട്ടിട്ടുണ്ട്. രോമഹർഷൻ സൂതഗോസ്വാമിയുടെ അച്ഛനായിരുന്നത് മാത്രമല്ല, നമ്മുടെ സംഘർഷൻ ബലരാമനാൽ വധിക്കപ്പെട്ട ഒരു യോഗിയല്ല, ഒരു മുനി കൂടെയാണ്. അതിന്റെ കഥ എല്ലാവർക്കും അറിയാതിരിക്കും എന്ന് തോന്നുന്നു. അദ്ദേഹം ഇങ്ങനെ ഈ നമ്മുടെ മഹാഭാരത യുദ്ധം തുടങ്ങുന്ന കാലത്ത് ലോകം ചുറ്റി ഒരു യാത്ര അദ്ദേഹം നടത്തിയിരുന്നു. നമ്മുടെ ഭഗവാൻ ബലരാമൻ. അപ്പൊ അങ്ങനെ യാത്രകളൊക്കെ സകല കേന്ദ്രങ്ങളിലും ലോകം നമ്മുടെ ഭാരതഭൂവർഷം മൊത്തം ചുറ്റി നടന്നതിന് ശേഷം അദ്ദേഹം നൈമിഷാരണ്യത്തിൽ എത്തുന്നു. നൈമിഷാരണ്യത്തിൽ എത്തുന്ന സമയത്ത് അവിടെ ഈ ഋഷിമാരൊക്കെ ഒരു യാഗം, അതായത് ഒരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അനേകായിരം ഋഷി ശ്രേഷ്ഠന്മാരവിടെ കൂടിയിരുന്നു. അപ്പൊ അവിടെ ഒരു സദസ്സിൽ അദ്ദേഹമായിരുന്നു വ്യാസാസനത്തിലിരുന്നു. വ്യാസാസനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ വിവരങ്ങൾ, അതായത് നമ്മുടെ വേദങ്ങളെ പറ്റിയും ഭാവി കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഋഷിമാരുടെ ഒരു സഭാധ്യക്ഷൻ ആയിട്ടിരിക്കുന്നത് ഈ രോമഹർഷൻ ആയിരുന്നു. അപ്പൊ നമ്മുടെ ബലദേവൻ, ഭഗവാൻ ബലരാമൻ ആ സദസ്സിൽ എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, വ്യാസദേവൻ ഉൾപ്പെടെ എല്ലാവരും അവിടെ എഴുന്നേറ്റ് നിൽക്കുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബഹുമാനിക്കാൻ സന്മനസ് കാട്ടാത്ത രോമഹർഷണൻ, അതായത് അദ്ദേഹം വ്യാസാസനത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. ആ രോമഹർഷണൻ എന്ന് പറയുന്നത് ശരിക്കും ബ്രാഹ്മണനല്ലായിരുന്നു, പക്ഷെ ജന്മം കൊണ്ട് ബ്രാഹ്മണനല്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടുന്ന ജ്ഞാനങ്ങളൊക്കെ കിട്ടിയതിനു ശേഷം അദ്ദേഹത്തെ ബ്രാഹ്മണ സദസ്സിലെ അധ്യക്ഷനായിട്ട് ഈ ബ്രഹ്മർഷികൾ, ഈ ഋഷികൾ എല്ലാവരും കൂടെ ചേർന്ന് തിരഞ്ഞെടുത്തതായിരുന്നു. അങ്ങനെ വ്യാസ ആസനത്തിൽ ഇരിക്കുന്ന സമയത്താണ് ബലദേവൻ അവിടെ എത്തുന്നത്. അവിടെ എത്തുന്ന സമയത്ത് ബാക്കിയുള്ള മഹർഷിമാരൊക്കെ തന്നെ എഴുന്നേറ്റുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഈ വ്യാസാസനത്തിലിരുന്ന ഈ രോമഹർഷണ എന്ന് പറയുന്ന മഹർഷി എഴുന്നേറ്റില്ല. ഒരു
ലോക നിയമം അനുസരിച്ചിട്ട് വ്യാസാസനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആര് തന്നെ പ്രത്യേകിച്ച് വന്നാലും ശരി, അവിടെ എഴുന്നേൽക്കിട്ട് അവരെ ബഹുമാനിക്കേണ്ട കാര്യം ഇല്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ അത് മറ്റുള്ള സാധാരണക്കാരുടെ കാര്യത്തിലാണ് അത് മതി. പക്ഷേ ഇത് ഭഗവാനാണ് അവിടെ വരുന്നത്. ഭഗവാൻ ബലരാമൻ, കൃഷ്ണനും ബലരാമനുമായിട്ട് വ്യത്യാസമൊന്നുമില്ലല്ലോ, രണ്ടും ഒരേ മാതിരി തന്നെയാണ്. അങ്ങനെ ആ ബലരാമൻ കയറി വന്ന സമയത്ത് ഇദ്ദേഹം എഴുന്നേറ്റ് ബഹുമാനിക്കുന്നവർ ആ വ്യാസാസനത്തിൽ തന്നെ എഴുന്നേൽക്കുക പോലും ചെയ്തില്ല. അങ്ങനെ എഴുന്നേൽക്കാതിരുന്ന സമയത്ത് ബലരാമന് ദേഷ്യം ഉണ്ടാകുന്നു. ഭഗവാൻ ബലരാമൻ പെട്ടെന്ന് ഒരു പുല്ലെടുത്തിട്ട് അദ്ദേഹത്തിനെ ഇവിടുന്ന് നിഷ്കാസനം ചെയ്തു. അതായത് അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തിന്റെ ജീവൻ പിടിയുന്നു, ജീവനെ ഇല്ലാതാക്കുന്നു. അപ്പൊ ആ സമയത്ത് അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ മരിക്കുക എന്ന് പറയുന്നതും തന്നെയല്ല, ആ യോഗത്തില്, ആ യജ്ഞത്തില് എല്ലാ വിവരങ്ങളും പ്രചരിപ്പിക്കേണ്ടതും അല്ലെ എല്ലാ വിധത്തിലുള്ള നിർദ്ദേശങ്ങളും കൊടുക്കേണ്ട വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ കൂടിയിരുന്ന ഋഷിമാർക്കൊക്കെ തന്നെ വളരെ വിഷമം ഉണ്ടാകുന്നു. അങ്ങനെ വിഷമമുണ്ടായപ്പോൾ ഭഗവാൻ ബലരാമനോട് അവര് ഈ കാര്യം അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ അങ്ങ് ചെയ്തത് തെറ്റായിപ്പോയല്ലോ, അതിനാൽ നമുക്ക് ഇത്ര പ്രയാസങ്ങളുണ്ടായി, ഞങ്ങളുടെ ഈ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതാകുന്നു. അതും ഒരു തെറ്റാണ്. യജ്ഞം നടത്തുന്ന പറയുന്ന ഭഗവാന് വേണ്ടി നടത്തുന്നതാണ്, ലോകർക്ക് വേണ്ടി, എങ്കിലും അത് നടക്കാതെ പോകുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെ സഹതാപപൂർവ്വം അദ്ദേഹത്തിനോട് മറ്റ് ഋഷിമാരെല്ലാം അപേക്ഷിക്കുന്നു. അപ്പൊ അപേക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലൊരു വിചാരം ഉണ്ടാകുന്നു, ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ, അപ്പൊ അതിനുള്ള പ്രായശ്ചിത്തം നമ്മൾ ചെയ്തെങ്കിലേ പറ്റൂ എന്ന് ഭഗവാനായിട്ട് കൂടി ആ ഭഗവാന്റെ സ്വഭാവത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ട സ്വഭാവത്തെ പറ്റി തെറ്റ് ആര് ചെയ്താലും ശരി അതിന് പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ള കാര്യം അദ്ദേഹം അവിടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ബലരാമൻ പറഞ്ഞു, സാരമില്ല, ഞാൻ ഇത് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവനം തിരിച്ചു കൊടുക്കാം, അതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ മഹർഷിമാരിലൊക്കെ കൂടെ പറഞ്ഞു, അദ്ദേഹത്തിന് എന്തായാലും അങ്ങയുടെ ആ ശപഥം മാറ്റണ്ട, അത് ജീവൻ തിരിച്ചു കൊടുക്കണ്ട, നമുക്ക് ഈ പ്രവർത്തനങ്ങൾ നടത്താനുള്ള എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറയുന്നു. അതിനായിട്ട് അദ്ദേഹത്തിന്റെ പുത്രന്, അതാണ് സൂതഗോസ്വാമിക്ക് ഈ രോമകർഷമുനിക്ക് എന്തെല്ലാം അറിയാമായിരുന്നോ ആ വിവരങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് പകർന്നു കൊടുക്കുന്നു. അതായത് രോമകർഷണമുനി സൂതഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നല്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് വെളിപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെ രോമകർഷ മഹർഷിക്ക് പകരം എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ച സൂതഗോസ്വാമിയാണ് ഇവിടെ നൈമിഷാരണ്യത്തിൽ മഹർഷിമാരുടെ ആ യജ്ഞത്തിൽ കണ്ടുകൂടിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ വിവരങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഈ രണ്ട് മഹർഷിമാരെ പറ്റിയുള്ള നമ്മുടെ ജ്ഞാനം. എല്ലാവരും അത് അറിയാവുന്നവരായിരിക്കുമെങ്കിലും ഞാനത് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഭഗവാൻ പറയാൻ അംഗീരമുനിക്ക്, അതായത് സുമന്തുവെന്നും അദ്ദേഹത്തിന് പേരുണ്ട്, അഥർവവേദവും നൽകി. അതുപോലെ സൂതമുനിയുടെ പിതാവായ രോമകർഷനായിരുന്ന ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ചുമതലയും കൊടുത്തു. ഇനി വേദങ്ങളെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണ് വേദങ്ങൾ എന്താണെന്നുള്ളത്. പക്ഷെ ഞാനാണെങ്കിൽ എനിക്ക് വേദങ്ങളെ പറ്റി ഞാൻ ഇതുവരെ വായിച്ചിട്ടൊന്നുമില്ല. എന്താണ് അത്? പണ്ട് മുതലേ വേദങ്ങളെ ബ്രാഹ്മണർക്ക് വേണ്ടി അവരുടെ ഒരു സ്വത്തായിട്ട് തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത് വേദങ്ങൾ. അപ്പൊ അവരുടെ വീട്ടുകളിൽ കുട്ടികളുണ്ടായാൽ അവർക്ക് ആദ്യം തന്നെ ആ വേദങ്ങളെ പറ്റിയെല്ലാം മനഃപ്പാഠമാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ പോലുള്ള ശൂദ്രർ ഇതൊക്കെ ആ വേദങ്ങൾ അന്ന് പഠിക്കാൻ സൗകര്യമില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ വേദങ്ങൾ പഠിക്കാനൊക്കെ നമുക്ക് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ വൈദിക കാലത്ത് എന്ന് പറയുന്നത് ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് 2000-നും 1000-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തെയാണ് പറയുന്നത് ഈ വൈദിക കാലഘട്ടം. അന്നാണ്
ഈ വേദങ്ങളുടെ രചനയൊക്കെ നടന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ വേദം എന്ന് പറയുന്നത് അറിവിന്റെ ഒരു എങ്ങനെ നമ്മുടെ അന്ധതയിൽ നിന്നും മനുഷ്യനെ ഞാൻ അതായത് അവർക്ക് ബോധോദയം സാധാരണ ജനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തി ഭാരതഖണ്ഡത്തിൽ മൊത്തം എങ്ങനെ മനുഷ്യർ ജീവിക്കണം, അവരുടെ ഒരു സിവിലൈസേഷൻ, അത് എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതക്രമം, എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രവൃത്തികളൊക്കെ, ഭഗവാനുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ഇതൊക്കെയാണ് വേദങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പൊ അന്ന് ആ കാലത്ത് വേദം പറയുന്ന പദം, വേദ എന്ന പദം എന്ന് പറയുന്നത് അറിയുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നാണ് ഈ വേദം എന്ന പദം ഉണ്ടാകുന്നത്. അങ്ങനെ ആ വേദങ്ങൾ അറിയാനുള്ളതെല്ലാം തന്നെ, അത് വിട്ടിട്ട് വേറൊന്നും തന്നെ ഈ ലോകത്തിൽ വേറെ അറിയേണ്ടതായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ വേദജ്ഞാനം, അങ്ങനെ ഉണ്ടായിരുന്ന വേദം 4 വേദങ്ങളെയും ഒരു വേദം ഉണ്ടായിരുന്നുള്ള ആദ്യം, അതൊക്കെ ഇന്നലത്തെ ക്ലാസ്സിൽ പ്രഭുജി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അറിവിന്റെ യഥാർത്ഥ ഉറവിടം വേദങ്ങളാണ്. വേദങ്ങളുടെ മൂലഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്താത്ത യാതൊരു കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ വിഷയങ്ങളും എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ എല്ലാ കാര്യങ്ങള്, സാമ്പത്തിക ശാസ്ത്രമായാലും ശരി, ആരോഗ്യശാസ്ത്രമായാലും ശരി, രാജഭരണത്തെ പറ്റി ഉള്ളതായാലും ശരി, അങ്ങനെ എല്ലാ ആയുർവേദം, എല്ലാ ഓരോ വിഷയങ്ങളെയും പറ്റും പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, അതായത് ചുരുക്കി പറഞ്ഞാൽ വേദങ്ങളിൽ ഉൾപ്പെടുത്താത്ത യാതൊരു വിഷയവും ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ വേദത്തിനെ പറ്റി നമുക്കറിയാൻ പറ്റാത്തത് കൊണ്ട് നമുക്കതിനെപ്പറ്റി എൻ്റെ കാര്യം പറയാന്ന് കൂടുതലായിട്ട് വിശദീകരിക്കാൻ അങ്ങനെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഈ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രമേ നമുക്കറിയുള്ളൂ. അങ്ങനെ മൂലഗ്രന്ഥത്തിൽ ഉൾപ്പെടാത്താതെ യാതൊരു കാര്യങ്ങളും ഇല്ല എന്ന് പറയുന്നത്. ലൗകികമോ അതീന്ദ്രിയമായ വിജ്ഞാന ശാഖകൾ ഒന്നും ഇല്ല. അങ്ങനെയുള്ള ശാഖ, അങ്ങനെയുള്ള വേദത്തെ പലതായി തിരിച്ച്, പലതെന്ന് പറഞ്ഞാൽ 4ആയിട്ട് തിരിച്ച് അതിന് ഓരോ ചുമതലപ്പെട്ടവരെ ഉണ്ടാക്കുകയും ചെയ്തു. ഓരോ ചുമതലപ്പെട്ടവരും പിന്നീട് അവരുടെ ശിഷ്യന്മാരായിട്ടുള്ളവർക്കും ഈ വേദങ്ങളുടെ പല പല ശാഖകളാൽ അവർക്ക് വീതിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ വീതിച്ചു കൊടുത്തിട്ടുള്ള ഓരോ ശാഖകൾക്കും ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇവരുടെ ശിഷ്യന്മാർക്ക്. പ്രശിഷ്യന്മാർ അവരുടെ കാലഘട്ടമായപ്പോ ഈ വ്യാസന്റെ കാലഘട്ടത്തിന് ശേഷം മറ്റുള്ള ഋഷിമാർ അവർക്ക് കിട്ടിയ വിജ്ഞാനത്തെ അവരുടെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു. അന്നത്തെ കാലത്ത് പുസ്തകവും അക്ഷരങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത്, അതായത് നമ്മുടെ കലിയുഗം തുടങ്ങുന്നതിന് മുമ്പ്, ഏതൊരു വായ്മൊഴിയും കേട്ടാൽ, അതായത് അന്ന് ഈ നമുക്ക് അധരങ്ങൾ കൂടെ കേൾക്കുന്ന, പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കുന്ന സ്വന്തം രീതി ഉണ്ടായിരുന്നുള്ളല്ലോ. അപ്പൊ അന്ന് ഒരു ഗുരു ഒരു ശിഷ്യൻ എന്ത് ഉപദേശിച്ചു കൊടുത്താലും ശരി, ആ ഗുരു അത്, ആ ശിഷ്യൻ അത് ബൈ ഹാർട്ട്, അതായത് ഹൃദയസ്ഥമാക്കിയതിനു ശേഷം അവരവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അങ്ങനെ ആയിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ശ്രുതികൾ അങ്ങനെ പറഞ്ഞു കൊടുക്കൊണ്ടിരുന്നു. അപ്പൊ അത് അവരെ സ്വായത്തമാക്കി. അതേ സമയത്ത് കലിയുഗം തുടങ്ങിയ സമയത്ത് മുതൽ അതിനുള്ള ശക്തി നമ്മുടെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണർക്കായാലും ശരി ഇല്ലാതായി. അതുകൊണ്ട് പിന്നാണ് നമുക്ക് ഈ അക്ഷര രൂപത്തിൽ, പുസ്തക രൂപത്തിലൊക്കെ നമുക്ക് ഇത് കിട്ടി തുടങ്ങിയത്. അതുവരെയും വേദങ്ങള് ഇങ്ങനെ വായുമൊഴിയായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു, അവരുടെ ശിഷ്യന്മാർക്ക് കൊടുത്തു. അതിനുശേഷം ഓരോ, ഇപ്പൊ നമ്മൾ ആംഗിരമുനിയെ പറ്റി പറഞ്ഞു, അതേപോലെ രോമകർഷണമുനിയെ പറ്റി പറഞ്ഞു, അതുപോലെ പൈലമുനി, ജൈമിനി മുനി, അങ്ങനെ ഉള്ള ഓരോ വൈശമ്പായൻ, ഇങ്ങനെയുള്ള ഓരോ മുനികൾക്കെല്ലാം പറഞ്ഞു കൊടുത്തത് അവരുടെ ശിഷ്യന്മാർക്ക് അവര് പറഞ്ഞു കൊടുത്തിരുന്നു. അതിനുശേഷം ഇപ്പൊ ഈ കലിയുഗത്തിന് കുറച്ചു മുമ്പ് തന്നെ അവരൊക്കെ പിന്നെ അവർക്കുണ്ടായ ശിഷ്യന്മാർക്ക്, അങ്ങനെ പ്രശിഷ്യന്മാരും പിന്നെ അവരുടെ ശിഷ്യന്മാർക്കും പറഞ്ഞു കൊടുത്ത് നമ്മുടെ ഈ ഭാരതവർഷത്തിലെ എല്ലാ ഭാഗത്തും ഈ
വേദങ്ങളെ പറ്റി എല്ലാവരും അറിയാനിടയായി. വേദങ്ങൾ പറയുന്നത് എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന സാഹിത്യമാണ് വേദസാഹിത്യം. ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ജീവിക്കുന്നതിന് എല്ലാ കാര്യങ്ങളും ഭഗവാനെ, വേദങ്ങളുടെ ശരിയായ അർത്ഥം നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. വേദങ്ങൾ എന്താണ് വേദങ്ങൾ എന്നുള്ളത്, ആ വേദങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? വേദം ഭഗവാനെ പറ്റി അറിയുന്നതിനുള്ള കാര്യമാണ് വേദം. ഭഗവാനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് വേദങ്ങളുടെ ശാഖയിൽ പെട്ട ഒരു കാര്യം. അപ്പൊ അങ്ങനെ വേദങ്ങളിൽ ഭഗവാനെ പൂജിക്കുന്ന കാര്യവും ഭഗവാനുമായിട്ട് എങ്ങനെ ഇടപെടണം എന്നുള്ളതും ഈ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കുന്നതിനുള്ള അതാണ് വേദം. അല്ലെങ്കിൽ വേദങ്ങൾ പഠിക്കുന്നതിലൂടെ കൃഷ്ണനെ മനസ്സിലാക്കാം, നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കാം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. 15:15 പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വേദശാസ്ത്രങ്ങൾ രചിച്ചതും വേദശാസ്ത്രങ്ങൾ പഠിക്കേണ്ട ആവശ്യകതയും. ഭഗവാനെ മനസ്സിലാക്കുക, ഭഗവാനെയാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കിയിട്ട് നമുക്ക് അവിടെ പോകണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഏതോ കാരണവശാൽ ഇങ്ങനെ ഈ കലിയുഗത്തിലല്ല ഈ ഭൗതിക ലോകത്തിൽ വന്ന് ഇടപെട്ടു പോയി. അങ്ങനെ ഭൗതിക ലോകത്തിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിൽ എത്തിച്ചേരുക, അതായത് ഭഗവത് സന്നിധിയിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി വേദങ്ങൾ പഠിക്കണം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമ്മുടെ ഹിന്ദു റിലീജിയനെ പറ്റി കൂടുതൽ വിവരിച്ചിട്ടുണ്ട്. എത്ര ആയിരം ദേവതകളുണ്ടെന്നും ഭഗവാനാണെന്നും ഇതൊക്കെ ഈ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ വേദങ്ങളിൽ കൂടെ പഠിച്ച് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റൂ. നമ്മൾ എന്നും ഇങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ കിടന്ന് നിരയിച്ചാൽ പോരാല്ലോ. ഇതൊരു ജയിലറ തന്നെയാണല്ലോ, പഠിച്ചിട്ടുള്ളതാണ് നമ്മള്. ആ ജയിലറയിൽ നമ്മളിങ്ങനെ എന്നും ജീവപര്യന്തം ശിക്ഷിച്ച പോലെ കിടന്നാൽ പോരാല്ലോ. നമ്മൾക്ക് നമ്മുടെ യഥാർത്ഥ സ്വരൂപം, യഥാർത്ഥ നമ്മുടെ കർത്തവ്യയോട് അവിടെ എത്തിച്ചേരേണ്ട ആവശ്യമുണ്ട്. നമ്മളെല്ലാവരും ഭൂലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ സഹചാരികളായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വേദങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ വേദങ്ങളുടെ കാര്യങ്ങളെ പറ്റി ഇതൊക്കെ ആണ് സംസാരിക്കാനുള്ള. തുടക്കത്തിൽ ഒരു വേദം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ വേദങ്ങളൊക്കെ നമുക്ക് മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മുടെ ശ്ലോകത്തിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചതാണ്. പല 4 വിഭാഗങ്ങളായി വിഭജിച്ചു. അത് അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരുടെ ശിഷ്യന്മാർ പിന്നെയും പറഞ്ഞു കൊടുത്ത കാരണത്താൽ അങ്ങനെ ലോകം മുഴുവൻ, ഭാരതവർഷം മുഴുവൻ നമ്മുടെ ഈ വേദ സാഹിത്യം പടർന്നു പന്തലിച്ചു. ആദ്യമൊക്കെ അതിനെ ഇന്നിൽ നിന്നും 5000 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് പറയുന്നത്. നമ്മുടെ വേദവ്യാസൻ നമ്മുടെ ഭാവി കണ്ടു. ഈ കലിയുഗത്തിൽ സാധാരണക്കാർക്കുണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളെ പറ്റി അറിഞ്ഞ് അദ്ദേഹം രചിച്ചതാണ് ഈ വേദങ്ങള്. 5000 വർഷത്തിന് മുമ്പ് അദ്ദേഹം രചിച്ചു വെച്ചു. എന്തിനാണെന്ന് വെച്ചാൽ ഈ കലിയുഗത്തിൽ ഉണ്ടാകുന്ന മനുഷ്യർക്കുള്ള പ്രയാസങ്ങളും അവരുടെ ജീവിത രീതി നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ടും അവര് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഭാവിയെ പറ്റി. അന്നുണ്ടായിരുന്ന വ്യക്തികൾക്ക്, ഈ മുനിമാർക്ക്, അതായത് വ്യാസദേവനെ പോലുള്ളവർക്ക്, അതായത് അംഗീരനെ പോലുള്ളവർക്ക് ത്രിലോകജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് പറയാം. ത്രികാല ജ്ഞാനം, അതായത് അന്ന് അറിയാമായിരുന്നു ഇങ്ങനെ ഈ കലിയുഗം വരുമെന്നും കലിയുഗത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്നും ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ രാജനീതിയെ തന്നെ നോക്കാം. അന്ന് രാജാക്കന്മാരെ ഭരിച്ചുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. ഈ കലിയുഗത്തിന് കുറെ കാലങ്ങൾക്ക് മുമ്പ്, കലിയുഗം തുടങ്ങിയതിനു ശേഷം പരീക്ഷിത്ത് മഹാരാജാവും അദ്ദേഹത്തിന്റെ പുത്രന്മാരും ഒക്കെ ഭരിച്ചിരുന്ന സമയത്തും എല്ലാവരും ജനക്ഷേമ തൽപരരായിരുന്നു, അതായത് പ്രജാതൽപരരായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ഇന്നത്തെ കാലം നമ്മൾ നോക്കാം, കലിയുഗം തുടങ്ങിയതേ ഉള്ളു. ഇത്ര വർഷമായിട്ടുള്ള 5000 വർഷമായിട്ടുള്ള കലിയുഗം തുടങ്ങിയിട്ട് ഇനി ഒരു 5000 വർഷം കൂടെ നമുക്ക് ഈ നിലയിൽ പോകുന്നാണ് പറയുന്നത്.
അപ്പൊ അപ്പം ഇത്തിപ്പോ എന്തുമാത്രം പ്രയാസങ്ങളും ബദ്ധപ്പാടുകളും ഉണ്ടോ അതിന്റെ ഇരട്ടി അതിനും അങ്ങനെ കാലങ്ങളെ പറ്റി ഭാഗവതത്തിൽ പറയുന്ന കാര്യം നമുക്കെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെ എന്താകും അടുത്ത യുഗങ്ങളിൽ, അടുത്ത ഈ കലിയുഗത്തിന്റെ അവസാനം തന്നെ, അതായത് 10,000 വർഷം കഴിയുമ്പോൾ എന്തെല്ലാം സംഭവിക്കും എന്നുള്ള ഭാഗവതത്തിൽ ശരിക്കും പറയുന്നുണ്ട്. നരകത്തെ പറ്റിയും മനുഷ്യരുടെ ജീവിതത്തെ പറ്റിയും വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പറ്റിയും സ്വബോധമില്ലാത്തവരെ ഭരിക്കപ്പെടുമെന്നും അന്യായമായി പ്രവർത്തനം നടത്തുന്നവരായിരിക്കും രാജ്യം ഭരിക്കുന്നവരെന്നും ഒക്കെ ഉള്ളത്. അപ്പൊ അന്ന് പ്രജാതൽപരരായ രാജാക്കന്മാരും അതുപോലെ തന്നെ അവരെ ഉപദേശിക്കുന്നുള്ള ഋഷിമാരും ഉണ്ടായിരുന്നു. ആ ഋഷിമാരുടെ ജ്ഞാനം കൊണ്ട്, അതായത് ഭാവിയിൽ എന്ത് സംഭവിക്കും, ഈ ലോകത്തിന് അല്ലെ ജനങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുന്നവരെ 5000 വർഷം മുമ്പ് തന്നെ കണ്ടു മനസ്സിലാക്കിയിരുന്നു എന്താ നടക്കാൻ പോകുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ആലോചിച്ച് രേഖപ്പെടുത്തിയാണ് ഈ വേദങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വിപുലീകരിക്കാൻ നോക്കിയത്. വേദങ്ങളൊക്കെ നേരത്തെ കിട്ടിയിട്ടുള്ളതാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. ഇന്നലെ നമ്മുടെ പ്രഭുജി പറഞ്ഞു വേദം എവിടുന്നാണ് വന്നതെന്നും ഭഗവാൻ കൊടുത്തതാണ് ബ്രഹ്മാവിന്, ബ്രഹ്മാവിൽ നിന്നാണ് ശിഷ്യഗണങ്ങൾക്ക് കിട്ടിയത്. പിന്നീടാണ് വ്യാസമഹർഷി അതുപോലെ തന്നെ ആ ശിഷ്യഗണങ്ങളിൽപ്പെട്ട നാരദനാൽ പ്രചോദിതനായി ഇങ്ങനെ വേദങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി, ഭാഗവതം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതേമാതിരി ഈ കാലഘട്ടത്തിൽ, അതായത് കലിയുഗത്തിന്റെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള കാര്യങ്ങളെ പറ്റിയും വേദങ്ങളെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത വേദങ്ങളെ പറ്റി ഒന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതെന്താണെന്നൊന്നും പറയാൻ നമുക്ക് എനിക്കറിയത്തില്ല. ഇനി അറിയുന്നവരുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ ശ്ലോകത്തെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളത്. എന്തെങ്കിലും ഇതിൽ ചേർക്കാനുണ്ടെങ്കിൽ പറയാം, കൂടുതൽ വിവരങ്ങൾ അറിയുന്നവർക്ക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഇനി കൂടുതൽ പ്രഭു, ഈ ത്രികാലജ്ഞാനം എന്ന് പറഞ്ഞാല് ഭൂതം ഭാവി വർത്തമാനമാണോ ഉദ്ദേശിക്കുന്നത് ത്രികാലജ്ഞാനം എന്ന് പറയുന്നത്? അതെ. വേറെ എന്തോന്നോ? അല്ല, അതാണോന്ന് ഞാൻ ചോദിക്കാണ്. വന്നതും വരാൻ പോകുന്നതും കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനിയും നടക്കാനുള്ളതിനെ പറ്റിയും. അതാണ് ഭൂതം, വർത്തമാനം, ഭാവി എന്ന് പറയുന്നത് ത്രികാലജ്ഞാനം. ഹരേ കൃഷ്ണ പ്രഭു. വേദങ്ങളെ പറ്റി ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് വേദം ഇങ്ങനെ അന്നത്തെ ഒരു നമ്മുടെ സിവിലൈസേഷൻ ശരിക്കും ആ കാലത്ത് നടന്ന കാലത്ത് ഉണ്ടായ കാലഘട്ടങ്ങളെ പറ്റി ഒരു വിവരണമാണെന്നാണ് പറയുന്നത്. ഇന്നലെ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് പറയുന്നത് അതിനെപ്പറ്റി, സിവിലൈസേഷനെ പറ്റി പറയുന്നു എന്നാ പറയുന്നത്. അപ്പൊ വേദങ്ങളില് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടുപഠിച്ചിട്ടുള്ളൂ. ഇങ്ങനെ പറയുന്നത് എല്ലാം അറിയാമെന്ന് പറയുന്നത്, എല്ലാം അറിയാം. അപ്പൊ നമ്മുടെ ഭഗവാനെ പൂജാ രീതികളും ഒക്കെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളതായിരിക്കും വേദങ്ങളെ പറ്റിയുള്ളത്. ഇതിനെപ്പറ്റി ആരെങ്കിലും ഈ കൂട്ടത്തിൽ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ, വേദം പഠിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? ബ്രാഹ്മണന്മാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാതിരിക്കും വേദങ്ങൾ എന്താന്നുള്ളവർക്ക്. കാരണം അവരുടെ കുട്ടികളെ ജനിക്കുമ്പോൾ മുതൽ അക്ഷരം പറയാൻ തുടങ്ങുമ്പോൾ മുതൽ വേദങ്ങളെ പറ്റി പഠിക്കുന്ന ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. അത് സാധാരണക്കാർക്ക് അത് പറയാനും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മുടെ സൂത മഹർഷിക്ക് വരെ വേദങ്ങളെ പറ്റി ശരി ജ്ഞാനമില്ലായിരുന്നെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം എന്താ പറയാൻ? ഹരേ കൃഷ്ണ. മാതാജി, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ കാര്യം വല്ലതും പറയണോ? സമയം മാതാജി. പ്രണാം പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഈ നമ്മള് പഠിച്ചിരിക്കുന്നതും വ്യാസാസനത്തിൽ ഇരിക്കുമ്പോ ആര് വന്നാലും എഴുന്നേക്കണ്ടെന്നാണ്. പക്ഷെ നമ്മളെ ശരിയായ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ബലരാമൻ എന്ന് പറഞ്ഞാൽ ആദ്യ ഗുരുവും കൂടെയാണ്. അപ്പൊ വ്യാസാസനത്തിൽ ഇരുന്നാല് ഭഗവാൻ അല്ലെങ്കിൽ വന്നാല് നമ്മൾ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം.
അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. പിന്നെ ഭഗവാൻ ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീത, ഭഗവാൻ പറയുന്നതാണ് ശരി, ഭഗവാൻ ചെയ്യുന്നതാണ് ശരി. അപ്പൊ ഭഗവാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും. ശരിയായിരിക്കുന്നല്ല, അതാണ് ശരി. നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ വ്യാസാസനത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഗുരു വന്നാലും, ഗുരു ഭഗവാന്റെ പ്രതിനിധിയാണ്. നമുക്ക് നേരെ മുമ്പിൽ കാണാവുന്ന ഭഗവാനാണ് ഗുരു. അപ്പൊ നമ്മൾ ഗുരു വന്നാലും നമ്മൾ എഴുന്നേറ്റ് നമസ്കരിക്കും. അതാണ് നമ്മളെ ഭഗവാൻ അതിൽ പഠിപ്പിച്ചു തരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതേപോലെ ഒരു ഇതിൽ ഞാൻ കണ്ടായിരുന്നു, വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു, രാധേശ്യാം പ്രഭു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ രാജ്നാഥ് സ്വാമി മഹാരാജ് അവിടെ വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട് റോയിൽ ഇരുന്നു. പ്രഭു കണ്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയപ്പോഴും മഹാരാജ് തലയിൽ കൂടെ തുണിയും കൂടെ ഇട്ടിട്ട് ഇരുന്നത്. അപ്പൊ ഇങ്ങനെ വന്ന് പെട്ടെന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത്. വേഗം വ്യാസാസനത്തിൽ നിന്ന് ചാടി ഡൈവ് ചെയ്ത് വന്ന് മഹാരാജിനെ നമസ്കരിക്കുകയായിരുന്നു. അപ്പോ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഭഗവാൻ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി ആണ് ഭഗവാൻ രോമഹർഷനെ വധിക്കുകയും അതിനു പകരം സൂതമഹർഷിയെ അവിടെ ആ സ്ഥാനത്ത് ഇരുത്തി കൊടുക്കുകയും എന്നാണ് എനിക്ക് മനസ്സിലായത്. ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല പ്രഭു. എന്റെ ഒരു മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്സാ പ്രഭു. ദണ്ഡവത് പ്രണാം. താങ്ക് യു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി നിർത്താവോ? ഹരേ കൃഷ്ണ. പ്രഭു ഹരേ കൃഷ്ണ പ്രഭു. വളരെ നന്ദി പ്രഭുജി. വളരെ നല്ല ക്ലാസ് ആണ് എടുത്തത്. പ്രഭു പറഞ്ഞത് രോമഹർഷണ അദ്ദേഹത്തിന്റെ ആ ഒരു ലീല പറഞ്ഞു. ബൽറാം എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് പറഞ്ഞു. അത് നല്ലൊരു പോയിന്റ് ആണ്. പലർക്കും നമ്മുടെ ഡൗട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വേസത്തിരിക്കുമ്പോൾ നമ്മൾ ഏൽക്കണ്ട എന്ന് പറയുമ്പോൾ അതല്ലേ സൂത ഗോസ്വാമി ചെയ്തുള്ളൂ, അല്ല രോമഹർഷണൻ ചെയ്തുള്ളൂ, ബൽറാം അപ്പ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നാണ് ഒരു സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞ മാതാജിയുടെ ആ ലീല അത് നല്ല ഒരു പോയിന്റ് ആണ്. അത് നമുക്ക് രാധാശ്യാം പ്രഭുവിന്റെ ഒരു ലീലയും നല്ലൊരു ലീലയാണ്. അപ്പൊ അതിന്റെ ഒരു വ്യക്തമായ ഒരു ക്ലാസ് ആണ് പ്രഭു എടുത്തത്. നന്നായിരുന്നു. ശരിക്കും അതിന്റെ പോയിന്റ് ഒന്നുകൂടെ ബലപ്പെടുത്താൻ വേണ്ടി പറയുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മള് വ്യാസംസിരുന്ന് ക്ലാസ് എടുക്കേണ്ടത് ഭഗവാനെ കുറിച്ചാണല്ലോ. അപ്പൊ ആ ഭഗവാൻ തന്നെ നേരിട്ട് വരുമ്പോ നമ്മള് അദ്ദേഹത്തിനെ നമസ്കരിക്കണം എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അപ്പൊ അത് രോമഹർഷണൻ ചെയ്തില്ല. അപ്പോ വേദങ്ങൾ പഠിച്ച് വേദത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി എന്നുള്ളതാണ് രോമഹർഷന്റെ എതിരെയുള്ള അലിഗേഷൻ. അത് സത്യവുമാണ്. അപ്പൊ വേദം പഠിച്ചാൽ ഭഗവാൻ വേദേഷു സർവേരഹമേ വേദത്തിലൂടെ അറിയപ്പെടേണ്ടവൻ ഭഗവാനാണ്. എന്നാൽ ആ ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് നിൽക്കുമ്പോൾ ഉടനെ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് ഉടനെ ശരണം പ്രാപിക്കേണ്ടതല്ലേ? അത് രോമഹർഷണൻ ചെയ്തില്ല. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ വേദങ്ങൾ പഠിച്ചാൽ ആൾക്കാർ ഭഗവാനിൽ നിന്ന് അകന്നു പോകും. അപ്പൊ അങ്ങനെ അകന്നു പോകരുത് എന്നാണ് ആ ലീലയിലൂടെ ബൽറാം നമുക്ക് കാണിച്ചു തരുന്ന പാഠം. അപ്പോ സർവധർമ്മങ്ങളും നീതികളും ന്യായങ്ങളും റൂൾസുകളും റെഗുലേഷനുകളും എല്ലാം ഭഗവാനിൽ എത്തിച്ചേരാനാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ അടുത്ത് നമ്മൾ എത്തിച്ചേരാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ തന്നെ ഇവരുടെ അടുത്ത് എത്തിച്ചേരുമ്പോൾ ഭഗവാനെ തിരിഞ്ഞു നിൽക്കാൻ പാടുണ്ടോ? അത് പാടില്ലല്ലോ. അപ്പൊ അത് വലിയ ഒരു അപരാധമാണ്, ചെറിയ അപരാധമല്ല. പ്രത്യേകിച്ചും ഭഗവാനാ വന്നതെന്നുള്ളത് മനസ്സിലാക്കണമായിരുന്നു. അതാ വേദം പഠിച്ചിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരെ ഭഗവാൻ ശിക്ഷിക്കും എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇതേ ഒരു ലീല, അതായത് നമുക്ക് ധർമ്മങ്ങൾ പലതും ഉണ്ടാകും, എന്നാൽ ആ ഒരു ധർമ്മവും ഭഗവത് ധർമ്മത്തിന് മുകളിൽ ഈക്വലോ അല്ല എന്നതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അതർ ധർമ്മത്തിനാണ്. ഭഗവാന്റെ വിഷയത്തിൽ വരുമ്പോൾ എല്ലാ ധർമ്മങ്ങളും നീതിയും ന്യായവും എല്ലാം മാറ്റി വെച്ചേക്കണം. അവിടെ ശരണാഗതി മാത്രമേ നിയമമായിട്ടുള്ളൂ. അപ്പൊ അത് ലീല മറ്റൊരു അവസരത്തിൽ ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഭഗവാൻ കൃഷ്ണ ബൽറാം ഇവിടെ മധുരാധാമിലേക്ക് പോയി, അല്ലെ? മധുരാധാമിലേക്ക് പോകുമ്പോ കംസനെ കാണാൻ പോവുകയാണ്, കംസനെ കൊല്ലാൻ പോവുകയാണ്. അപ്പൊ അവിടെ നടന്ന ഒന്ന് രണ്ട് ലീലകൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നു. എന്നുവെച്ചാല് ഭഗവാൻ ഒന്ന് ആവശ്യപ്പെട്ട ഉടനെ അത് കൊടുക്കണം.
കാരണം ഭഗവാൻ ആവശ്യപ്പെടുന്നത് മറ്റുള്ളവരുടെ സാധനമല്ല, ഭഗവാന്റെ തന്നെ വിസ്തരണങ്ങളാണ് ഈ ലോകത്തിലുള്ള സമസ്തവും. അപ്പൊ അത് ഭഗവാൻ ചോദിക്കുമ്പോൾ ഭഗവാന് കൊടുത്തില്ല എങ്കിൽ ഇതിനേക്കാൾ ഒരു അപരാധം വേറെ ഉണ്ടോ? കാരണം സർവവും ഭഗവാന്റേതാണെന്ന് മനസ്സിലാക്കാതെയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അവരെ ശിക്ഷിച്ച് അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന് പാത്രഭൂതനാക്കുന്നത്. അങ്ങനെ ഒരു ലീല ഉണ്ടായെന്ന് വെച്ചാല്, ഭഗവാൻ നല്ല ഡ്രസ്സ്, അലക്കുകാരന്റെ ഡ്രസ്സ് കണ്ടപ്പോ ഭഗവാൻ ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇല്ല അത് കംസന് കൊടുക്കാനുള്ളതാണ്. അപ്പൊ അദ്ദേഹം മുറുകെ പിടിച്ചത് രാജനീതിയെയാണ്. ആ അലക്കുകാരൻ മുറുകെ പിടിച്ചത്. ഭഗവാൻ ഉടനെ കൊന്നു, അദ്ദേഹത്തിന് ഉടനെ കൊന്നു കളഞ്ഞു. കാരണം അതിലൂടെ ഭഗവാൻ പഠിപ്പിക്കുന്നത്, ഒരു രാജ്യത്ത് നമ്മൾ താമസിക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമം ഫോളോ ചെയ്യണം, ശരിയാണ്. പക്ഷെ ആ രാജ്യ നിയമത്തിനേക്കാൾ ഉപരിയാണ് ഭഗവത് നിയമം. ഭഗവാനെ ശരണാഗതി അടയുക എന്നുള്ള ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ രാജ്യനിയമം പോലും അത് നമ്മൾ മറികടക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ ശരണം പ്രാപിക്കാൻ രാജനിയമം മറികടക്കാം എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒരു ലീല ഇനി പറയാനുണ്ടോ? രാജനിയമം അനുസരിച്ചില്ലെങ്കിൽ നമ്മളെ ജയിലിൽ പിടിച്ചിടും, കൊന്നുകളയും ആ രാജാവ്. എന്നാൽ കൂടി നമ്മൾ ഭഗവത് നിയമമായിട്ട് അതൊരു കോൺട്രഡിക്ഷൻ വന്നാൽ നമ്മൾ ഭഗവത് നിയമമേ ഫോളോ ചെയ്യാവൂ എന്നാണ് ഭഗവാൻ നേരിട്ട് ആ ലീലയിലൂടെ കാണിച്ചു തരുന്നത്. കുബ്ജയെ ഭഗവാൻ അനുഗ്രഹിക്കാൻ കാരണവും അലക്കുകാരനെ ശിക്ഷിക്കാൻ കാരണവും ഇതാണ്. കുബ്ജയും അലക്കുകാരനും കംസന്റെ രാജധാനിയിലെ സേവകരായിരുന്നു. പക്ഷെ കുബ്ജ ഭഗവാനെ ശരണം പ്രാപിച്ചു. ഈ ഭഗവാനെ ചോദിച്ചതുപോലെ സാധനങ്ങളെല്ലാം കുബ്ജ ഭഗവാന് കൊടുത്തു. എന്നാൽ അതേപോലെ അലക്കുകാരൻ ചെയ്തില്ല. ഉടനെ അലക്കുകാരനെ ഭഗവാൻ ശിക്ഷിക്കുകയും കൊന്നുകളയുകയും ചെയ്തു. അപ്പൊ അതേപോലെ വേദത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കേണ്ടത് ഭഗവാനെയാണ്. എന്നാൽ ആ ഭഗവാനെ ശരണാഗതി അടയാൻ വേണ്ടിയാണ് വേദങ്ങൾ പഠിക്കേണ്ടത്. വേദങ്ങളിലൂടെ പഠിച്ചിട്ട് ഭഗവാനെ അറിഞ്ഞില്ല എങ്കിൽ ആ നമ്മൾ സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മളെ ബോധപൂർവം മനസ്സിലാക്കി തരാനാണ് രോമഹർഷണ ലീലയിലൂടെ ബൽറാം ചെയ്യുന്നത്. ഭഗവാന്റെ നിയമത്തിന് അപ്പുറം ഒരു നിയമവും ഇല്ല. ഭഗവാനെ ശരണാഗതി അടയുകയാണ് ഏതൊരു നിയമത്തിന്റെയും ആത്യന്തിക റിസൾട്ട്. ആ റിസൾട്ടിലേക്ക് എത്താൻ ആ നിയമം നമുക്ക് തടസ്സമാണെങ്കിൽ ആ നിയമത്തിനെ വിട്ട് ഭഗവാനെ ശരണാഗതി അടയുക എന്നുള്ള ലീലയാണ് ഇതിലൂടെ ഭഗവാൻ പഠിപ്പിച്ചു തരുന്നത്. രോമഹർഷണൻ ചെയ്ത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് എന്നാണ് ഭഗവാൻ ആ ലീലയിലൂടെ കാണിച്ചു തരുന്നത്. താങ്ക് യു പ്രഭുജി, വളരെ നല്ല ക്ലാസ്, നന്നായി അത് പറഞ്ഞു, വളരെ നന്ദി പ്രഭുജി. ധന്യവാദം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. അതേപോലെ ഈ അലക്കുകാരന്റെ ഒരു ലീലയില് അദ്ദേഹം ത്രേതായത്തിലെ രാമന്റെ സീതയെ പറ്റി ഇത് പറഞ്ഞല്ലോ, അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോഴും അദ്ദേഹത്തിന് ഭഗവാനാണ് എന്നുള്ള ഇത് മനസ്സിലായില്ല. ഭഗവാനാണ് രാമൻ, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള ഇത് അറിയാതെ ഈ ജന്മത്തിലും ഈ ദ്വാപര യുഗത്തിലും അദ്ദേഹം അതേ ഇതുപടി ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ശിക്ഷ കിട്ടിയത് എന്ന് പറഞ്ഞ് ഞാൻ ഒരു ലെക്ചറിൽ കേട്ടിട്ടുണ്ട്. എനിക്ക് ശരിയാണോന്ന് പറഞ്ഞത്. താങ്ക് യു. കറക്റ്റാണ്. മാധവി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ശരിക്കും നോർമൽ പീപ്പിളിനെ പോലെ ഭഗവാനെ നമ്മൾ എടുക്കരുത് എന്നുള്ളതാണ് അതിൽ കാരണം. പക്ഷേ പൂർവ്വജന്മത്തില് ശ്രീരാമചന്ദ്ര ലീലയില് അവിടെയും ഈ അലക്കുകാരൻ തന്നെയാണ് ഇതേ ഭഗവാനെ സീതാദേവിയെ വെച്ച് മോശമായിട്ട് സംസാരിച്ചത്. അപ്പൊ അതേ അലക്കുകാരൻ അടുത്ത ജന്മം ആയിട്ടും അദ്ദേഹത്തിന്റെ മനസ്ഥിതിയിൽ മാറ്റം ഉണ്ടായിരുന്നില്ല, അപരാധ മൈൻഡ് സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് അത് ഉടനെ ഭഗവാൻ തിരുത്തി അദ്ദേഹത്തിനെ ആ ശരീരത്തിൽ നിന്ന് കാരുണ്യം കൊടുത്ത് മുക്തി പ്രാപിച്ചു. അപ്പൊ അത് ഭഗവാന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ സാധാ റൂൾസ് ആൻഡ് റെഗുലേഷൻ അവിടെ ബാധകമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് മനസ്സിലാക്കാതെ സാധാരണ ആൾക്കാരുടെ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഭഗവാനെയോ ഭഗവാന്റെ ലീലകളെയോ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് ആ ലീലയിലൂടെ ഭഗവാൻ മനസ്സിലാക്കി തരുന്നത്. ഒരു പ്രാവശ്യം എൻ്റെ ശിഷ്യാഗുരു പ്രിയപ്പെട്ട ഹിസ് ഗ്രേസ് സുദർശൻ ദാരിദാസ് പ്രഭുവായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കൽ ഇവിടെ പോയിരുന്നു, നമ്മുടെ ശ്രീരംഗത്ത് പോയിരുന്നു. അപ്പൊ ശ്രീരംഗത്തിനടുത്ത് ഒരു പുഴ ഒഴുകുന്നുണ്ട്. അതിന്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. ഏതാണ് അറിയാമോ ആർക്കെങ്കിലും? ശ്രീരംഗത്തിനടുത്തുള്ള ആ ഒരു പുഴയുണ്ട്. ഏതാണ് ആ പുഴ? അറിയാമോ? കാവേരിയാണോ പ്രഭു? കാവേരി. അത് തന്നെ. കറക്റ്റ്. അതെ, ആരാ പറഞ്ഞ? കാവേരി. അതെ, ഒരു കാവേരിയിലാണ്. അതെ. അപ്പോ ഞാൻ എന്തെന്ന് വെച്ചാല് കാവേരിയിൽ പോയി കുളിക്കണം എന്ന് പ്രഭു പറഞ്ഞു. ഞാൻ ഉടനെ ഓടി കാവേരി കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു പോയി. അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോ കാവേരിയുടെ ആ കരയിൽ മുഴുവനും ആൾക്കാര് അത് ഒന്നിനും രണ്ടിനൊക്കെ പോയതിന്റെ അത് കാണാം. അപ്പൊ ഞാൻ ഉടനെ ഓടിക്കൊണ്ട് തിരിച്ചു വന്നിട്ട് പറയണം, ഇല്ല പ്രഭു, ഞാൻ കുളിക്കുന്നില്ല,
ഈ വെള്ളത്തിൽ എന്ന് പറഞ്ഞു. അപ്പൊ അത് ചോദിച്ചു എന്ത് അത് തീർത്ഥമാണ്, കുളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സിറ്റുവേഷൻ മോശം എന്നുള്ള രീതി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയതും മിണ്ടരുത് എന്ന് പറഞ്ഞ് എന്നെ വിരട്ടി. ഞാൻ പേടിച്ചു. ഞാൻ വീണ്ടും പറയാണ്, ഇല്ല പ്രഭു അത് കുളിക്കാതിന് കാരണം അത് ഇങ്ങനെ അത് മലിന എന്നുള്ള രീതി പറയാൻ പോയപ്പോ വീണ്ടും എന്നെ 2 വിരട്ട് വിരട്ടി. മിണ്ടരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പേടിച്ച് സത്യമല്ലേ ഞാൻ പറയുന്നത് എന്ന് എനിക്ക് ഉള്ളിൽ തോന്നി. അവിടെ അദ്ദേഹം പറഞ്ഞു, അത് സാധാരണ പുഴയുടെ അടുത്തുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പറയാം, പക്ഷെ കാവേരി ഒരിക്കലും ഒരു രീതിയിലും മലിനമാവൂല. അത് ഭഗവാന്റെ പാദസ്പർശനമുള്ള പുഴയാണ്. അപ്പൊ ഭഗവാനെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിനും നമ്മൾ സാധാരണ നിയമം അവിടെ ബാധകമല്ല. അത് എപ്പോഴും അത് എന്ത് തന്നെ ആയിരിക്കും, അത് പവിത്രം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതിന്റെ കണക്ഷൻ എനിക്ക് വായിക്കാൻ കഴിഞ്ഞത് ഉപദേശാമൃതത്തിൽ രൂപഗോസ്വാമി എഴുതിയിരിക്കുകയാണ്. എത്ര മോശപ്പെട്ട സിറ്റുവേഷനിലും നൊരയും പതയും കൊണ്ട് ഒഴുകിയാലും ഗംഗാദേവി എന്നും പവിത്രം തന്നെ എന്ന് രൂപഗോസ്വാമി അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പുസ്തകം വായിച്ചപ്പോഴാണ് അന്ന് എന്തിനാണ് പ്രഭു എന്നെ വഴക്ക് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ സാധാരണ മാലിന്യങ്ങളോ ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളിൽ ഇത് ടച്ച് ആവുന്നുള്ളൂ. ഭഗവാന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഭഗവാന്റെ പാദസ്പർശനം കൊണ്ട് എല്ലാം പവിത്രം തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ നിയമങ്ങളും ഭൗതിക നിയമങ്ങളും ഭഗവാന് ബാധകമല്ല, ഭഗവാൻ അതിലും ഉപരിയാണ്. അപ്പൊ ഭൗതിക നിയമം ഫോളോ ചെയ്തായിക്കോട്ടെ, ആധ്യാത്മിക നിയമം ഫോളോ ചെയ്തായിക്കോട്ടെ, കൃഷ്ണനിൽ പരമ ദിവ്യോത്തമ പുരുഷനിൽ നമ്മൾ അഭയം പ്രാപിക്കുക എന്നുള്ളതിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ് ബാക്കിയെല്ലാം. നമ്മൾ പുഴ കടന്നു കഴിഞ്ഞാൽ കടത്ത വെള്ളത്തിനെ ഉപേക്ഷിക്കുന്നത് പോലെ ഭഗവാനിൽ എത്തിച്ചേരാൻ വേണ്ടി മാത്രമാണ് ആ നിയമങ്ങളും നിബന്ധനകളും. ഭഗവാനിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുക തന്നെ വേണം, നിയമങ്ങളിൽ പിടിച്ച് നിൽക്കരുത് എന്നുള്ളതാണ് ഈ ലീലയിലൂടെ എല്ലാം ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോ തീർച്ചയായിട്ടും വ്യാസത്തിന് തിരിക്കുമ്പോൾ സാധാരണ ആൾക്കാരെ കണ്ട് ബഹുമാനിക്കേണ്ടതില്ല എങ്കിലും ഭഗവാനെയോ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവായ ഗുരു മഹാരാജിനെയോ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിനയപൂർവ്വം വഹിച്ച് നമസ്കരിക്കുക തന്നെ വേണമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്ക് യു രാധാജീവൻ പ്രഭു, വളരെ നന്നായി പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭുജി, താങ്ക് യു. ഹരേ കൃഷ്ണ. പഠിച്ചു വരുന്നേ ഉള്ളൂ പ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് പഠിച്ചോണ്ടിരിക്കുക. പണ്ടും പ്രഭു ആയിരുന്നല്ലോ, എത്ര വർഷത്തിന് മുമ്പ് ഭാഗവതം. പക്ഷെ ഓർമ്മ വയ്ക്കുന്നില്ല പ്രഭു, അതാണ് പ്രശ്നം, മറ്റൊന്നുമില്ല. പ്രഭുവിന്റെ വയസ്സില് നമ്മളൊക്കെ ഈ ഭൂമത്തെ കാണില്ലല്ലോ പ്രഭു. അങ്ങ് എന്ത് നന്നായി ചെയ്യുന്നു പ്രഭു, എന്ത് നന്നായി ചെയ്യുന്നു. പ്രഭുവിന്റെ കൃപയാൽ അന്നും ഇന്നും പ്രഭു ഒരേപോലത്തെ എന്ന് കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കിയോ അന്ന് മുതൽ ഇന്ന് വരെ പ്രഭുവിന്റെ ലൈഫ് സെറ്റ് ചെയ്തു. പ്രഭു നമുക്ക് എല്ലാവർക്കും മാതൃകയാണ് പ്രഭു. ദണ്ഡോത് നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. നിർത്താം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ മാതാജി.